ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗാർഡനിങ് വീഡിയോ ആണ്. ചെറിയൊരു ഗാർഡൻ ടൂറും ഞങ്ങളുടെ വീടിൻ്റെ ടെറസിലുള്ള വളരെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പാണ്. അതും പിന്നെ കോക്കോപീറ്റ് ഡ്രൈ ബ്ലോക്ക് അതെങ്ങനെയാണ് പൊടിയാക്കി മാറ്റുന്നത് എന്നുള്ളതുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടെറസിൽ വരുന്നത് ഒരു വളരെ മനസ്സിന് റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ചെടിയൊക്കെ നോക്കി അല്ലെങ്കിൽ ഇതുപോലെ ഈ മഴ കറുത്ത് കിടക്കുമ്പോൾ ആകാശമൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നമ്മുടെ വീട്ടിൽ എന്നെക്കാളും കൂടുതൽ കൃഷിയിൽ താല്പര്യം ഹസ്ബൻഡിനാണ്. പുള്ളിയാണ് കൂടുതലും ചെടി ടേക്ക് കെയർ ചെയ്യുന്നത്. ഞങ്ങൾ തുടങ്ങിയത് ചീരയും ഉലുവയും ഒക്കെ നട്ടിട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കൂടുതലും സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഗാർഡനിലെ ചെടികളൊന്ന് നോക്കിയിട്ട് വരാം. ഇത് ഉലുവ ചെടിയാണ്, മേഥി. അപ്പോൾ തുടക്കക്കാർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചെടിയാണിത്. ചുമ്മാ നമ്മൾ കുറച്ച് ഉലുവ വെതറി മണ്ണിലിട്ട് കൊടുത്താൽ അത് ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ വളർന്നു കിട്ടും. ഇത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് മഞ്ഞളുടെ ചെടിയാണ്. ഞങ്ങൾ ഇഞ്ചി ഓർഡർ ചെയ്തിരുന്നു ഓൺലൈനിൽ സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് വന്നത് മഞ്ഞളാണ് ഇഞ്ചിക്ക് പകരം. അപ്പോൾ അങ്ങനെ അവർക്ക് പറ്റിയ ഒരു അബദ്ധത്തിന് നമ്മൾ അതിനെ ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റി അതെടുത്ത് മണ്ണിൽ അങ്ങോട്ട് കുഴിച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ ക്ഷണിക്കാതെ വന്ന കൊച്ചതിഥി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വളരുമ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഈ ചെടി കണ്ടോ? ഇത് തനിയെ മുളച്ച് വന്നതാണ്, നമ്മൾ നട്ടതല്ല. അപ്പോൾ ഞങ്ങളുടെ അനുമാനം ഇതൊരു ഓറഞ്ച് ചെടി ആയിരിക്കും അല്ലെങ്കിൽ ലൈം ആയിരിക്കും. അപ്പോൾ ഇതിലേതാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്തേക്കണേ. പിന്നെ ഒരു പിച്ചിയുടെ ചെടിയുണ്ട്, കുറേ നാൾ മുമ്പ് നട്ടതാണ്. അതിൽ നന്നായിട്ട് പൂ പൂക്കുന്നുണ്ട്, നല്ല മണമുള്ള പൂക്കളാണ്, ജാസ്മിൻ ഫ്ലവേഴ്സ്. ഒരു തടി കഷ്ണം വെറുതെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ. അതിൽ കുറേ യെല്ലോ ഫംഗസ്, ഇതിന് ജെല്ലി ഫംഗസ് എന്നാണ് പറയുന്നത്. കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞില്ല. പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട്, ഇപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ. ടെറസിലായതുകൊണ്ട് വലിയ ഡ്രമ്മിലൊക്കെയാണ് മണ്ണ് നിറച്ച് ചെടി മരമൊക്കെ നടുന്നത്. ഞങ്ങളുടെ ഇവിടെ പേരമരവും ചാമ്പമരവും ഉണ്ട്, മറ്റേതെല്ലാം ചെടികളാണ്. അപ്പോൾ ഇങ്ങനെ വച്ചിരുന്ന ഒരു ഡ്രമ്മിൽ കോക്കോപീറ്റും മണ്ണും വളവും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡ്രമ്മിൽ തനിയെ മുളച്ച് വന്ന ചെടികളാണ് ഇതൊക്കെ. മുളകുണ്ട്, 2-3 തക്കാളിയുടെ ചെടിയുണ്ട്. പിന്നെ മണത്തക്കാളിയാണ് ഞാൻ ഈ പിടിച്ചേക്കുന്നത്. അത് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇത് വേറൊരു സ്ഥലത്ത് മണത്തക്കാളി വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളൊരു ചെടിയാണ്, തനിയെ വളർന്നോളും. പിന്നെ ഇതിൻ്റെ ഇല നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇല മാത്രമല്ല, മണത്തക്കാളിയുടെ ഈ കായ്, ഈ പച്ച നിറത്തിലുള്ളത് നമ്മൾ കഴിക്കാൻ പാടില്ല, പോയ്സണസ് ആണ്. നന്നായിട്ട് പഴുത്ത് പേർപ്പിൾ നിറത്തിൽ നല്ല ഒരു ഡാർക്ക് കളറിലുള്ള മണത്തക്കാളിയാണ് നമ്മൾ കഴിക്കാൻ ബെസ്റ്റ്. ഇതായി കാണുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ മധുരവും പുളിപ്പും കലർന്ന ഒരു ടേസ്റ്റാണ്. തക്കാളിയുടെയൊക്കെ ഒരു ന്യൂട്രൽ ടേസ്റ്റാണ് അതിനുള്ളത്. അത് അങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. പിന്നെ മണത്തക്കാളിയുടെ ഇലയും വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. മണത്തക്കാളിയുടെ അകത്ത് കണ്ടോ ഇതുപോലെ വിത്തുണ്ട്. ഇത് ഉണക്കി സൂക്ഷിക്കാം, നമുക്ക് കുറേ നാളിരിക്കും. അത് നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ വത്തക്കുഴമ്പ് അതിലൊക്കെ ചേർത്ത് കറി വെക്കാം, അങ്ങനെ തന്നെ കഴിക്കാം. അതാണ് മണത്തക്കാളി. പിന്നെ ഒരു ചെറിയ കറിവേപ്പില മരമുണ്ട്. അതിപ്പോൾ വളർന്ന് ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീടിന് ആവശ്യമുള്ള കറിവേപ്പില ഇതിനകത്തുനിന്ന് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഒടിച്ചെടുക്കും തോറും അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചാമ്പമരം. ഇത് പനീർ ചാമ്പയാണ്. കുറേ നാളായിട്ട് നിൽപ്പുണ്ട്. ഒരു 2-3 വർഷത്തിൽ കായ്ക്കുമെന്ന് തോന്നുന്നു. പിന്നെ പല ചട്ടികളിലായിട്ട് ചുമന്ന ചീര നട്ടിട്ടുണ്ട്. ചുമന്ന ചീര നട്ടിട്ട് അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ വിത്തെടുത്ത് വെക്കും, പിന്നെയും അത് നടും. ഇതുപോലെ വേര് വിട്ടിട്ട് മുറിച്ചെടുക്കും. അപ്പോൾ അതിൽ നിന്ന് പിന്നെയും വരും. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ ധാരാളമായിട്ട് കിട്ടും.
പിന്നെ ബോൾസം ഒക്കെ നിൽപ്പുണ്ട്. അതിങ്ങനെ വിത്ത് വീണ്ടും പൊടിച്ച് നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പേരമരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ്. 2 വർഷം മുമ്പ് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നട്ടിട്ട് ഒരു 4-5 വർഷമായി. ചെറിയ ചെറിയ പേരക്കയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. വെളുത്ത പേരക്കയാണ്. ഇതിൻ്റെ ഇലകൾ ഞങ്ങൾ പറിച്ചെടുക്കാറുണ്ട്. എന്തെങ്കിലും തലയിൽ തേക്കാനോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനോ ഒക്കെ ഇതിൻ്റെ ഇല പറിച്ചെടുക്കാറുണ്ട്. പിള്ളേർ കളിക്കാനും ഈ ഇല വന്ന് പറിച്ചെടുക്കാറുണ്ട്. അങ്ങനെ പറിച്ച് വീണ്ടും നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി നന്നായിട്ട് വരുന്ന ഒരു മരമാണ് നമ്മുടെ പേര. പെട്ടെന്ന് ആകാശത്തോട്ട് നോക്കിയപ്പോൾ ഫുള്ളായിട്ട് കറുത്ത് കിടപ്പുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചെടികളും കൂടെ ഒന്ന് പെട്ടെന്ന് കണ്ടേക്കാം അല്ലേ. ഇതാണ് നമ്മുടെ പുതിന ചെടി. കടയിൽ നിന്ന് വാങ്ങിയ പുതിനയുടെ തണ്ട് നട്ട് വെച്ചിട്ട് ഇത്രയും ഉണ്ടായതാണ്. 2-3 തണ്ട് നട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. പിന്നെ ഇതാണ് രമ്പയില. ഞാൻ പല റെസിപ്പീസിലും കാണിച്ചിട്ടുണ്ട് രമ്പയില. ഇപ്പോൾ രമ്പയിലയുടെ പല തൈകളും അടിയിൽ വന്നിട്ടുണ്ട്. അതിനെ മാറ്റി നടണം. ഇനി നമുക്ക് കൊക്കോപീറ്റ് ബ്ലോക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ കൊക്കോപീറ്റ് ബ്ലോക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾ അതിനെ പൊടിയാക്കി എടുത്തതെന്ന്. കൊക്കോപീറ്റ് എന്താണെന്ന് ഞാനൊന്ന് പറയാം അറിയാത്തവർക്കായിട്ട്. കൊക്കോപീറ്റ് എന്ന് പറയുന്നത് ചകിരിപ്പൊടിയാണ്. ചകിരിപ്പൊടി ഇതുപോലെ ബ്ലോക്കായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്, കംപ്രസ്ഡ് രൂപത്തിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് വികസിപ്പിച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കൊക്കോപീറ്റ് നമ്മളൊരു വെയിറ്റ് ഇല്ലാത്ത മീഡിയം, ചെടി നടാനുള്ള മീഡിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മണ്ണും വളവും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അധികം ലോഡില്ലാതെ തന്നെ ടെറസിൽ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കൊക്കോപീറ്റ് മാത്രം പോരാ, അതിൻ്റെ കൂടെ പല കാര്യങ്ങളും മിക്സ് ചെയ്യണം. മണ്ണും വളവും കമ്പോസ്റ്റും ഒക്കെ. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കൊക്കോപീറ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒരു ചെറിയൊരു ഇൻട്രോ തന്നേ ഉള്ളൂ. ടെറസിൽ ചെടി വളർത്തുന്നവർക്ക് ഏറ്റവും പറ്റിയത് ഗ്രോ ബാഗ്സ് ആണ്. അത് വെയിറ്റ് ഇല്ല. പിന്നെ ഒരുപാട് നമുക്ക് ചേർത്ത് വെക്കാനും പറ്റും. ഞങ്ങൾ കുറച്ച് ഗ്രോ ബാഗ്സും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 5 കിലോയുടെ ബ്ലോക്സ് ആയിട്ടാണ് സാധാരണ നമുക്ക് കിട്ടുന്നത്. ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും. ഏത് ബ്രാൻഡാണെങ്കിലും സാരമില്ല. അപ്പോൾ ചകിരിപ്പൊടി കംപ്രസ് ചെയ്ത് വരുന്ന ബ്ലോക്കുകൾ നമ്മളിതുപോലെ തുറന്നെടുക്കുക. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ വെള്ളം ചേർക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കൊക്കോപീറ്റ് വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ബ്ലോക്കിൽ നിന്നും. പിന്നെ ഇത്രയും ആവശ്യമില്ലാത്തവർ ഗാർഡനിൽ നിന്നും ചെറിയ അളവിൽ, അതായത് 5 കിലോ 6 കിലോ അങ്ങനത്തെ ചെറിയ അളവുകളിൽ നിങ്ങൾ കൊക്കോപീറ്റ് വാങ്ങാം. ഇത് 5 കിലോയുടെ ബ്ലോക്കാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ വെള്ളം ചേർത്ത് വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് ഒരുപാട് ക്വാണ്ടിറ്റി വരും. നമുക്ക് 4-5 ഇരട്ടിയായിട്ട് ഇത് നമുക്ക് കൊക്കോപീറ്റ് വെയിറ്റ് വൈസ് നോക്കുമ്പോൾ അത്രയും വരും നമുക്ക്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഈ കൊക്കോപീറ്റ് ബ്ലോക്കിൻ്റെ പുറത്ത് ബക്കറ്റിലോ മഗ്ഗിലോ കോരി നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഹോസ് കണക്ട് ചെയ്തിട്ട് ഒഴിക്കാം. ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ 30 ലിറ്റർ വെള്ളം ആണ് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത്. 30 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റിൻ്റെ അളവാണ് കേട്ടോ. അത് ഒരുപാടാണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അത് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊന്നും പുറത്തോട്ട് വരുന്നില്ല. എല്ലാം ഈ കൊക്കോപീറ്റ് വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഓരോ തരിയും വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരുന്ന് വികസിക്കും. അങ്ങനെയാണ് നമ്മൾ കൊക്കോപീറ്റ് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക. വേറെ എങ്ങോട്ടും വിടാതെ നിങ്ങൾ വെള്ളം ഇതിലോട്ട് തന്നെ ഒഴിച്ച് ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ടെറസിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ ഇട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറും തറയിലിട്ട് ചെയ്യാം. ഇത് ശരിക്കും കളറൊന്നും ടൈൽസിൽ പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വളരെ സേഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന് കളർ ഇറങ്ങുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ വികസിച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇളക്കിയിടുമ്പോൾ നമുക്ക് അകത്ത് വെള്ളം കയറാതെ എന്തെങ്കിലും ബ്ലോക്സ് ഇതുപോലെ കിടപ്പുണ്ടെങ്കിൽ അതിലോട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സൗകര്യമായിരിക്കും. അങ്ങനെ വളരെ സാവധാനം വെള്ളം ഒഴിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ വിട്ട് സ്പ്ലിറ്റായി വീണോളും. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വലിയ എഫേർട്ടൊന്നും എടുത്തില്ല. ഇതിൽ വെള്ളം പതുക്കെ ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കൊക്കോപീറ്റ് നന്നായിട്ട് വരുന്നുണ്ട്.
ഒരു 20-25 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കോക്കോപീറ്റും നമുക്ക് വെള്ളം ചേർത്ത് പൊടിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് വിട്ട് വന്ന് വെള്ളം കറക്റ്റായിട്ട് അബ്സോർബ് ആയ ശേഷം ഒരുപാട് നനഞ്ഞു പോകാനായിട്ട് നമ്മൾ വിടരുത്. എല്ലാ കോക്കോപീറ്റും പിരിഞ്ഞ് വന്നാൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് നിർത്തണം. അതിനാണ് ഞാനൊരു ഉദ്ദേശം അളവ് പറഞ്ഞു തന്നത്. അങ്ങനെ വികസിപ്പിച്ചെടുത്ത കോക്കോപീറ്റ് ഞങ്ങൾ 2 ബ്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 10 കിലോ മൊത്തത്തിൽ. പക്ഷേ വികസിപ്പിച്ചെടുത്ത ശേഷം അത് ഏകദേശം ഒരു 60-70 കിലോയുടെ കോക്കോപീറ്റ് ഉണ്ട് നമുക്ക്. വെള്ളത്തിൻ്റെ വെയിറ്റും കൂടെ ചേർന്നിട്ടാണ്, പക്ഷെ നടുമ്പോൾ നമുക്ക് അത്രയും വോളിയം കിട്ടും. ഇത് നമ്മൾ മാറ്റി വെച്ചേക്കാണ് പഴയ അരിച്ചാക്കിലൊക്കെ ആയിട്ട്. പുറത്തിട്ടൊന്ന് ഉണക്കിയ ശേഷം അരിച്ചാക്കിലോട്ട് എടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ കോക്കോപീറ്റ് പൗഡർ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെടികളൊക്കെ നടേണ്ടതെന്നുള്ളത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, കോക്കോപീറ്റ് വികസിപ്പിച്ചെടുത്തതും. കുക്കിംഗ് വീഡിയോസ് മാത്രം കണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഗാർഡനിങ് വീഡിയോ നമ്മൾ ഇടുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഇനിയും ഉൾപ്പെടുത്താം. മണ്ണും കൊക്കോപീറ്റും വളവും ഒക്കെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഗ്രോ ബാഗുകളിൽ നിറയ്ക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗാർഡനിങ് സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. പിന്നെ എന്തൊക്കെ റെസിപ്പീസാണ് ഇടേണ്ടതെന്നുള്ളതും മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു എപ്പിസോഡിൽ ഒരു കുക്കിംഗ് അല്ലെങ്കിൽ ഗാർഡനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.